നമസ്കാരം. ട്രംപിന് എന്തിൻ്റെ കേടാണെന്നാണ് അറിയാൻ വയ്യാത്തത്. പക്ഷേ പണ്ടുള്ളവർ പറയുന്നത് പോലെ മാങ്ങ ഉള്ള മാവിൽ മാത്രമേ കല്ലെറിയൂ എന്നുള്ളതുകൊണ്ട് ട്രംപ് ഇന്ത്യക്കെതിരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒരു കാര്യത്തിൽ അഭിമാനിക്കാം: ഇന്ത്യ അതിവേഗം വികസിക്കുന്ന ഒരു രാജ്യമായി തീർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം. അതൊരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ പോലും ഭയത്തിലാക്കുന്ന തരത്തിൽ. ഏതെങ്കിലും വലിയ ശക്തികൾ പറയുന്നത് കേട്ട് ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പിന്താങ്ങി പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന കാലം ഇന്ത്യക്ക് കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ഇന്ത്യയെ സ്വപ്നം കാണാൻ പോലും കഴിയില്ല. പുതിയ ഇന്ത്യ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഭരണാധികാരി വിഭാവനം ചെയ്ത ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് വ്യക്തമായ താല്പര്യങ്ങളും സ്വന്തം നിലപാടുകളും ഒക്കെയുണ്ട്. അതിനൊക്കെ പുറമെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്തും ഇന്ത്യ ആർജിച്ചു കഴിഞ്ഞു. ട്രംപ് എന്ത് കിറുക്കു പറഞ്ഞാലും കയ്യും കെട്ടി ഓച്ചാനിച്ചു നിന്ന് അനുസരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഇന്ത്യയെ ഇനി അതിനു കിട്ടില്ല. ലോകരാജ്യങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായാലും ട്രംപ് സ്റ്റോപ്പ് പറഞ്ഞാൽ നിർത്തുമ്പോൾ പാകിസ്ഥാനോട് ഇന്ത്യ പ്രതികാരം ചെയ്തതും നിർത്തിച്ചത് താനാണെന്ന് പറഞ്ഞില്ല എങ്കിൽ മോശമല്ലേ എന്ന് കരുതി ട്രംപ് അതിന്റെ ക്രെഡിറ്റ് എടുത്തതിന് പുറമെയാണിപ്പോൾ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം ഇന്ത്യ നിർത്തലാക്കിയെന്നുള്ള അവകാശവാദവുമായി ട്രംപിന്റെ പുതിയ എൻട്രി. ട്രംപ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ട്രംപിന് തന്നെ അറിയില്ല. ഇന്ത്യ ഒട്ട് ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. എങ്കിലും പുതിയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചെന്ന് കേട്ടതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ല നടപടിയാണ് എന്നും ട്രംപ് പ്രശംസിച്ചു. എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തനിക്കറിയില്ല എന്നും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പിന്നെ ആരാണ് ഇത്തരം ഇല്ലാ കഥകൾ ട്രംപിനോട് പറഞ്ഞത് എന്ന് ചോദിക്കരുത്. ദിവാസ്വപ്നം കാണുന്നതാകാനാണ് സാധ്യത. ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നില്ല എന്ന് തനിക്ക് മനസ്സിലായി എന്നും അതാണ് താൻ കേട്ടതെന്നും പറഞ്ഞ ട്രംപ് അത് ശരിയാണോ അല്ലയോ എന്ന് തനിക്ക് അറിയില്ല, പക്ഷെ അതൊരു നല്ല നടപടിയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. ഏകദേശം 70 രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിക്ക് US തീരുവ ചുമത്തുമെന്ന വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. വ്യാപാര ചർച്ചകളിൽ അന്തിമ ധാരണയാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. പകരം തീരുവ മരവിപ്പിച്ചതിന്റെ കാലാവധി തീരുന്ന ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ US ഏർപ്പെടുത്തി. US വിലക്ക് ലംഘിച്ച് റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതും ട്രംപിനെ പ്രകോപിപ്പിച്ചു. അധിക തീരുവയിൽ മേൽ പിഴ ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചിരുന്നെങ്കിലും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഇത് സംബന്ധിച്ച പരാമർശങ്ങളില്ല. അതേസമയം ഇന്ത്യൻ എണ്ണ കമ്പനികൾ കഴിഞ്ഞ ആഴ്ച റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്ന ചോദ്യത്തിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തനിക്ക് അറിയില്ല എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ മറുപടി. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ എണ്ണയുടെയും വിലയുടെയും അന്നത്തെ ആഗോള സാഹചര്യത്തെയും അടിസ്ഥാനമാക്കിയാണ്. ട്രംപ് പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ ഇന്ത്യക്ക് അറിയില്ല എന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഇന്ത്യയുടെ വ്യാപാര നയതന്ത്ര നയങ്ങളെ നിശിതമായി വിമർശിച്ചാണ് 25% പകരം തീരുവയും പിഴയും ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ അമേരിക്കയുടെ അടുത്ത സുഹൃത്ത് രാജ്യമായിട്ടും ഉയർന്ന തീരുവ മൂലം വളരെ കുറച്ച് വ്യാപാരമേ അമേരിക്കയ്ക്ക് നടത്താൻ കഴിഞ്ഞുള്ളൂവെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നും അതിനാൽ ഇന്ത്യ US വ്യാപാരത്തിൽ തന്റെ രാജ്യത്തിന് $4570 കോടി കമ്മിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് പിഴ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നടപടി മോസ്കോയെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്താനുള്ള രാജ്യാന്തര ശ്രമത്തിനെതിരാണെന്ന് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിച്ചപ്പോൾ തന്നെ ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. എന്നാൽ തൊട്ടുപിന്നാലെ ട്രംപ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കുമേൽ പകരം തീരുവ പ്രഖ്യാപിച്ചത് കാര്യങ്ങൾ തകിടമറിച്ചു. ഇന്ത്യക്ക് മേൽ ഏപ്രിൽ 2-ന് 26% പകരം തീരുവയും 10% അടിസ്ഥാന തീരുവയുമാണ് പ്രഖ്യാപിച്ചത്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി ഓഗസ്റ്റ് പകുതിയോടെ US സംഘം ഇന്ത്യയിലെത്തുമെന്നും അന്ന് സംയുക്ത കരാറിന് കളമൊരുങ്ങുമെന്നുമായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ. എന്നാൽ അതെല്ലാം ട്രംപ് അസ്ഥാനത്താക്കി. എന്നിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ വ്യാപാര കരാർ സ്വന്തം നിലയ്ക്ക് നിർത്തലാക്കിയെന്നുള്ള പ്രവചനവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച